നമസ്കാരം. കൊച്ചി ഇടപ്പള്ളിയിൽ ബസ് അടിച്ചു തകർത്ത പ്രതികൾ പിടിയിലായി. ഇടപ്പള്ളിയിൽ നടുറോഡിലായിരുന്നു കമ്പിവടിയും വാക്കത്തിയുമായി ആക്രമണം. പറവൂരിൽ നിന്നും വന്ന പുളിക്കൽ ബസ് അടിച്ചു തകർക്കുന്ന ദൃശ്യം പുറത്തു വന്നിരുന്നു. കിസ്മത്ത് ബസ്സിലെ ജീവനക്കാരാണ് പറവൂരിൽ നിന്ന് സർവീസ് നടത്തുന്ന പുളിക്കൽ ബസ് ആക്രമിച്ചത്. ഡ്രൈവറെ ആക്രമിക്കാനും ശ്രമം നടന്നു. സമയക്രമത്തെ ചൊല്ലിയുള്ള തർക്കമാണ് ആക്രമണത്തിലേക്ക് നയിച്ചത്. സംഘർഷത്തിനിടെ പറവൂരിൽ നിന്ന് വന്ന ബസ് അടിച്ചു തകർത്തതിന്റെ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ ഉൾപ്പെടെ വ്യാപകമായി പ്രചരിച്ചിരുന്നു. പോഞ്ഞശ്ശേരി സ്വദേശിയായ അസൈനാറുടെ ഉടമസ്ഥതയിലുള്ളതാണ് കിസ്മത്ത് ബസ്. അസൈനാറുടെ മകൻ അഷ്താഖ് അസീസ് അറസ്റ്റിലായി. ഇയാളാണ് ബസ് ഓടിച്ചത്. പുളിക്കൽ ബസിന് പിന്നിൽ ഇയാൾ കിസ്മത്ത് ബസ് ഇടിപ്പിച്ചുവെന്ന് പരാതിയുണ്ട്. അഷ്താബിന്റെ പേരിൽ മയക്കുമരുന്ന് കേസ് മുമ്പ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അഷ്താബിനൊപ്പം ബസ്സിലെ ജീവനക്കാരനായ കളമശ്ശേരി സ്വദേശി സനൽ സൈമൺ, ആലുവ സ്വദേശി ജോയൽ സെബാസ്റ്റ്യൻ എന്നിവരെയും കസ്റ്റഡിയിലെടുത്തു. സംഭവത്തെ തുടർന്ന് ഇവർ പോഞ്ഞശ്ശേരിയിൽ ബസ് ഒളിപ്പിച്ചു വച്ചിരിക്കുകയായിരുന്നു. വാഹന സ്ക്വാഡാണ് ബസ് തിരഞ്ഞുപിടിച്ച് കസ്റ്റഡിയിലെടുത്തത്. CI KB ഹരികൃഷ്ണന്റെ നേതൃത്വത്തിലാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. ഇടപ്പള്ളി മെട്രോ സ്റ്റേഷന് സമീപമാണ് സംഭവമുണ്ടായത്. പറവൂരിൽ നിന്ന് സർവീസ് നടത്തുന്ന ബസ്സുകളിലെ ജീവനക്കാരാണ് ഏറ്റുമുട്ടിയത്. ആദ്യം പുളിക്കൽ എന്ന ബസ്സിലെ ജീവനക്കാരെ കിസ്മത്ത് ബസ്സിലെ ജീവനക്കാർ ആക്രമിക്കുകയായിരുന്നു.